അപ്പോഴേ ആദ്യം തന്നെ പറഞ്ഞേക്കാം, ഇന്നും നമുക്ക് കിട്ടിയ മീന് ചാള കേട്ടോ. കൂട്ടിനെ കുറച്ച് കുറ്റാല് കൂടി ഉണ്ട് കേട്ടോ. ഇപ്പം എനിക്കിതിൻ്റെ പേരൊക്കെ അറിയാം കേട്ടോ. മുമ്പൊരു ദിവസം ഈ മീനിൻ്റെ പേരറിയൂല എന്ന് പറഞ്ഞപ്പോഴേ കുറേ പേര് എനിക്ക് പേര് പറഞ്ഞു തന്നു കേട്ടോ. അന്ന് അതിൻ്റെ കൂട്ടത്തിൽ വേറെ കുറേ മീനുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇത് രണ്ടും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മീനെടുത്ത് വച്ചപ്പം മുതൽ വീടിൻ്റെ മുറ്റത്ത് രണ്ടുപേര് ഭയങ്കര ബഹളാട്ടോ. എന്തായാലും വേണ്ടൂല, ഞാൻ ഈ കട്ടൻ ചായയും മിച്ചറും കഴിച്ചിട്ടേ ബാക്കി കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് കടക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കൊരു മാങ്ങയും കൂടിയുണ്ടേ. അപ്പോൾ ഈ മാങ്ങയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഈ മീൻ കറി അടിപൊളി സെറ്റപ്പായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പോയി മീനൊക്കെ വെട്ടി വൃത്തിയാക്കി കൊണ്ടുവന്നു. കുറച്ച് മീൻ കറി വെക്കാനും കുറച്ച് മീൻ പൊരിക്കാനും ഒക്കെ അങ്ങോട്ട് മാറ്റി. പൊരിക്കാൻ കുറച്ച് ചാള കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുറ്റാലും. ഇനി നമുക്ക് ഈ മാങ്ങയൊന്ന് വെട്ടി വൃത്തിയാക്കിയൊക്കെ എടുക്കാം, ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്യാറുള്ളത്, മീൻ പച്ചരച്ച് വെക്കുമ്പോഴേ ഈ അരപ്പും മീനും കൂടെ ഒരുമിച്ച് കലക്കി അങ്ങ് അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ കുറേ പേര് പറഞ്ഞു അങ്ങനെയല്ല, നമ്മൾ ആദ്യമേ അരപ്പ് തിളച്ചതിന് ശേഷം മീൻ പെറുക്കിയിടണം കേട്ടോ. ഞാനിവിടെ അങ്ങനെ ചെയ്യാറുണ്ട്, പക്ഷെ ഒന്ന് മുളക് ചാറ് വെക്കുമ്പോഴാട്ടോ നമ്മൾ കടുക് താളിച്ചിട്ടേ നമ്മുടെ അരപ്പെല്ലാം കൂടെ കലക്കി ഒഴിച്ച് തിളയ്ക്കുമ്പോൾ മീൻ പെറുക്കിയിടത്തില്ലേ, അത് ഞാൻ അങ്ങനെ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മീൻകറിയൊക്കെ അടുപ്പത്താക്കി. ഇനി നമുക്കൊരു മെഴുക്കുവരട്ടി വെച്ചാലോ. ഇതുണ്ടല്ലോ നമ്മുടെ പച്ചക്കറിയിൽ കിടക്കുന്ന തടിയൻകായാണ് കേട്ടോ. എനിക്കിവനെ കണ്ടപ്പോൾ ചൊരയ്ക്ക പോലെയും കുമ്പളങ്ങ പോലെയും ഒക്കെ തോന്നി കേട്ടോ. നീണ്ടിരിക്കുന്ന കാരണം ചൊരയ്ക്കയാണെന്ന് തോന്നും, പക്ഷേ ചൊരയ്ക്കല്ല കേട്ടോ. മുറിച്ച് കഴിയുമ്പോൾ തോന്നും കുമ്പളങ്ങയാണെന്ന്, എന്നാൽ കുമ്പളങ്ങയല്ല. അപ്പോൾ പിന്നെ തടിയൻകായ എന്നങ്ങ് പറയാം. അപ്പോൾ നമ്മൾ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇതിലെ ചെറിയ കഷ്ണം നമുക്ക് ഇപ്പോൾ എടുത്ത് മെഴുക്കുവരട്ടിയാക്കാം. പിന്നെ ബാക്കിയിരിക്കുന്ന വലിയ കഷ്ണം ഉണ്ടല്ലോ, അത് നമുക്ക് നാളത്തേക്ക് മാറ്റാം കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ അരിഞ്ഞു, കടുകൊക്കെ താളിച്ചു. കൂട്ടിന് ഒരു സവാളയും ഇത്തിരി പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയപ്പോഴത്തേക്കിനേ ഇത്തിരി തേങ്ങാപ്പീര ഇട്ട് കൊടുത്തു. ബാക്കി വന്ന തേങ്ങാപ്പീര നമ്മൾ നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇന്ന് മേടിച്ച നെയിൽ പോളിഷ് കേട്ടോ. എനിക്ക് ഈ കളറ് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല, എന്നാലും ഒരിഷ്ടം തോന്നിയതുകൊണ്ട് അങ്ങ് വാങ്ങിയത് കേട്ടോ. കയ്യിൽ ഞാൻ പുരട്ടിയില്ല, കാരണം കയ്യിൽ കറുത്ത നെയിൽ പോളിഷ് ഉണ്ടായതുകൊണ്ട് അതിന് ചുരണ്ടി കളഞ്ഞിട്ടൊക്കെ അടിക്കുന്നതൊക്കെ വലിയ പാടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് അടിച്ചില്ല. കാലിലടിച്ച് ഒരുവിധം കുളമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടിച്ചപ്പോൾ ഒരു ചെറിയ ഭംഗിയായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോന്നൊന്നും എനിക്കറിയില്ല, എന്നാലും നമ്മുടെ കാലും കൈയൊക്കെ നമുക്കിഷ്ടമാണല്ലോ. അപ്പം നമ്മൾ അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചോറൊക്കെ കഴിക്കാനെടുത്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം റോസാട്ടോ. അങ്ങനെ റോസ് നിറം ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ മെഴുക്കുവരട്ടിയും മീൻ പൊരിച്ചതും മീൻ കറിയൊക്കെ കൂട്ടി ചോറ് കഴിച്ചു. നമ്മുടെ പതിവ് പോലെ നമ്മുടെ അടുക്കളയൊക്കെ വൃത്തിയാക്കി. ഇനി നമ്മൾ ഉറങ്ങാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.